ഇതിന് UDF സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ പെട്ടിരിക്കുന്നത്. ഇത്രയും കടുത്തൊരു ആരോപണം, ബന്ധു നിയമന വിവാദം തുടക്കത്തിൽ തന്നെ ഒന്ന് ആക്രമിക്കുകയാണ്. സണ്ണി ജോസഫിൻ്റെ അളിയൻ ബെന്നി തോമസ്. സണ്ണി ജോസഫ് പറയുന്നത് പുള്ളിക്ക് വലിയ യോഗ്യതകളുണ്ട്, പുള്ളി വാർഡ് മെമ്പറായിരുന്നു, അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, പ്രസിഡൻ്റായിരുന്നു. അങ്ങനത്തെ ഒരാളെ അയാൾക്ക് ന്യായമായ പദവിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ 1-2 പേരല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള 10ഓളം പേര് പല പദവികളിൽ കയറി കൂടിയിട്ടുണ്ട്. ഇത് ഒരു LDF സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇതൊരു വലിയ സ്ഫോടനമാകേണ്ടിയിരുന്നൊരു വിഷയമാണ്. ഇപ്പോൾ അത് അത്ര വലിയൊരു വിഷയമായിട്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് വന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ സ്വജനപക്ഷപാതം, അഴിമതി ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 10 വർഷ കാലയളവിൽ UDF ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത്. അതൊക്കെ ഇപ്പം വെറും മന്ത്രി മാത്രമല്ല, KPCC പ്രസിഡന്റ് കൂടിയാണ് സണ്ണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനെ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അത് വിവാദമാകുന്നു. ഈ പറഞ്ഞ പോലെ വലിയ വിവാദമൊന്നും ആയിട്ടില്ല. അത് LDF നേതാക്കളൊക്കെ പറഞ്ഞു, 1-2 മാധ്യമങ്ങളൊക്കെ ചർച്ചയാക്കി, അങ്ങനെ ചെറിയൊരു വിവാദമായിട്ടുള്ളൂ. പക്ഷേ രാജിവെക്കേണ്ടി വന്നു. കാരണം അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ, കണ്ണൂരിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത് ഈ പറഞ്ഞ 10 പേരുടെ ഈ ആദ്യത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനം വന്ന് അതിനെ വലിയത് ഡിഫെൻഡ് ചെയ്യാൻ ഈ സണ്ണി ജോസഫിന് എത്തുന്നു. അയാൾ തന്നെ പറയുന്നു ഇയാൾ അർഹതയുണ്ട്, യോഗ്യതയുള്ള കൊടുത്തതെന്ന് പറയുമ്പോഴാണ് കണ്ണൂരിലെ CPM സംസ്ഥാന സെക്രട്ടറി അംഗമായ MV ജയരാജൻ ഒരു ലിസ്റ്റ് അങ്ങ് ഇടുന്നത് 10 പേരെ. അതിൻ്റെ വ്യക്തമായി നമുക്ക് അതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയില്ലെങ്കിലും ജയരാജൻ പോലൊരു നേതാവ് അത്ര കള്ളം പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനെതിരെ സണ്ണി ജോസഫ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ആ വിവാദം വന്ന് 10 പേരുടെ ലിസ്റ്റ് വന്നതിന് അന്ന് വൈകിട്ടാകുമ്പോഴേക്ക് തന്നെ ബെന്നി തോമസ് രാജിവെക്കുകയാണ്. അത് കളവ് കൈയോടെ പിടികൂടുമ്പോൾ രാജിവെക്കുന്നുണ്ട്. ധാർമ്മികത എന്നൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നുണ്ട്. ധാർമ്മികതയോടെ വിവാദം ഉണ്ടാക്കാൻ നിന്നില്ലല്ലോ, രാജിവെച്ച് പെട്ടെന്ന് ഒഴിഞ്ഞില്ലേ. പക്ഷേ പിടിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് തടിയൂരിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സത്യം പറഞ്ഞത് 1 മാസം ആവുന്നതിന് മുമ്പെയാണ് ആദ്യത്തെ വിക്കറ്റ് പോയിരിക്കുന്നത്. അത് സംശയമൊന്നുമില്ല. സ്വജനപക്ഷപാതത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എന്ത് വിഷയം നിർത്തിയോ അധികാരത്തിൽ വന്ന് ആ വിഷയത്തിൽ തന്നെ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു ന്യായീകരണം, ഭർത്താവ് ഒരു നല്ലൊരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളൊരു ന്യായീകരണമാണ്. ഇത് ശരിക്കും CPM-കാരുടെ ഉടായ്പ ന്യായീകരണമായിപ്പോയി. അത് എന്താണെന്ന് വെച്ചാൽ PK ശ്യാമളയുടെ കാര്യത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞ ന്യായം, അതുപോലെ ബിന്ദു ടീച്ചറുടെ കാര്യത്തിൽ വിജയരാഘവൻ പറഞ്ഞ ന്യായം, വസന്തയുടെ കാര്യത്തിലും സത്യമൊകേരി പറഞ്ഞ ന്യായം പോലെയൊക്കെയുള്ളൊരു ന്യായമായിട്ടുള്ളൂ. ഇത് എല്ലാവർക്കും യോഗ്യതയുണ്ട്, യോഗ്യത ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ആ സമയത്ത് ഒരു യുക്തി, ധാർമ്മികത എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ബന്ധു നിയമനം തന്നെയാണ്, ബന്ധു നിയമനം പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിൽ സംശയങ്ങളൊന്നുമില്ല. 5-10 പേർക്കൊക്കെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും CPM നടത്തിയ ബന്ധു നിയമനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വജനപക്ഷപാത വിവാദങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഗ്രാവിറ്റി ഇതിനില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മന്ത്രിമാരായിട്ട് മാറി ഓരോരുത്തർ. ഇപ്പം PK ശ്യാമള ജയിച്ചിരുന്നെങ്കിലും മന്ത്രിയാണ്. PK ശ്യാമളയ്ക്ക് വേണ്ടിയാണ് ശൈലജ ടീച്ചറെ തോൽക്കുന്ന മണ്ഡലത്തിലേക്ക് മാറ്റിയത് എന്ന് വരെ പറയുന്നുണ്ട്. കാരണം ശൈലജ ടീച്ചർ ജയിച്ചാൽ മന്ത്രി ആവേണ്ടി വരും, അപ്പോൾ സ്വാഭാവികമായിട്ട് സാധ്യത കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അവരുടെ സ്വജനപക്ഷപാതത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു തലം തന്നെ വേറെയാണ്. വളരെ വലിയ അഴിമതികളാണ് അവർ. പിന്നെ അത് മാത്രമല്ല, ജയരാജൻ ആണ്, MV ജയരാജനാണ് വന്നിട്ടുള്ളത്. ഇത് P ജയരാജനും MV ഗോവിന്ദനോ വേറെ ആർക്കെങ്കിലും ഉന്നയിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. രാകേഷിനും ഉന്നയിക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും ബന്ധു നിയമനങ്ങളിൽ പെട്ട ആളുകളാണ്. അതല്ലാത്ത ഒരു കണ്ണൂരിലെ നേതാവ് എന്ന് തെരഞ്ഞു പിടിച്ച് നോക്കുമ്പോഴാണ് MV ജയരാജൻ മാത്രം. അതിൽ ഞാനിപ്പോൾ കാണുന്നത് ഇപ്പോഴും LDF-ന്റെ ഈ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ സ്വജനപക്ഷപാതമാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. സണ്ണി ജോസഫിൻ്റെ വ്യക്തമായ 10 ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. സണ്ണി ജോസഫ് എന്ന നേതാവ് അയാൾ KPCC പ്രസിഡന്റ് ആയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവിചാരിതമായിട്ട് യോഗ്യതയില്ലാത്ത നേതാവാണെന്ന് പറയുന്നില്ല, പക്ഷേ അവിചാരിതമായി എത്തപ്പെട്ട ഒരു പദവിയാണ്. അതുകൊണ്ടാണ് വൈദ്യുതി വകുപ്പ് പോലൊരു പ്രധാന വകുപ്പിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചതെന്ന് അറിയുന്ന കാര്യമാണ്. അങ്ങനെ വന്നത് കൊണ്ട് മാത്രമാണ്, അതിലിപ്പോൾ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അളിയനെ നിയമിച്ചത് കൊണ്ട് മാത്രമാണ് ഈ 10 നിയമനത്തിൻ്റെ കാര്യം പുറത്തു വന്നത് ആണല്ലോ. അത് എന്നിട്ടിപ്പം പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി, ഇത് അധികം വലിയ സ്ഫോടകമായ വിവാദമായിട്ടില്ല, LDF ആയിരുന്നു വലിയ ചർച്ചയായിരുന്നു.
എന്നിട്ടും അത് ചർച്ചയായില്ല. പക്ഷേ കാര്യങ്ങളുടെ പോക്കത്ര പന്തിയല്ലെന്ന് കണ്ട് ഒരു ഡാമേജ് കൺട്രോളിന്റെ ഭാഗമായിട്ട് രാജി ഒപ്പിച്ചാണ് തരത്തിൽ യാതൊരു സംശയമില്ല. അത് KPCCയുടെ പ്രസിഡന്റാണ്. KPCC യോഗത്തിലാണ് ഇന്നലെ വിവാദം ഉയർന്നത്. ആ വിവാദത്തിന് ശേഷം അവിടെ ആരോപണം ഉയർന്നു, വിമർശനം ഉയർന്നു. വിമർശനത്തിന് ശേഷം വന്നിട്ട് സണ്ണി ജോസഫ് പറഞ്ഞത് അയാൾക്ക് യോഗ്യത ഉണ്ടെന്നാണ്. യോഗ്യത ഏതായാലും പറയുന്നില്ല. ഇന്ന് രാവിലെ രാജിവെച്ചതിന് ശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയാൾക്ക് യോഗ്യതയുണ്ട്, ഇതുപോലത്തെ ഒരു വിശ്വസ്തനെ എനിക്ക് കൂടെ വേണം എന്നാണ്. അയാൾക്ക് അളിയനെ മാത്രമേ വിശ്വാസമുള്ളൂ. അതൊരു കാര്യം. അത് ഇത്രയും ആയിട്ടും അവരങ്ങനെ പറഞ്ഞേക്കുന്നു. ആ വിവാദം വേറെ തലത്തിലേക്ക് പോകുന്നില്ല. എന്നിട്ടും KK രാഗേഷിന്റെ ഭാര്യയുടെ ജോലിയുടെ കേസ്, PJ രാജന്റെ സഹോദരിയുടെ കേസ്, ഇങ്ങനെയുള്ള വിവാദങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇവര് ഈ പറഞ്ഞ ഈ ബെന്നി തോമസിന്റെ പോലെ അല്ലല്ലോ. PJ രാജന്റെ സഹോദരിയാണ് പറയുന്നതെങ്കിൽ അവർ MP ആയത് PCD നേതാവാണെന്ന് നമുക്കറിയില്ല. അവർ പ്രവർത്തിച്ചു വന്നതല്ലേ. ഈ PK ശ്യാമള ടീച്ചറുടെ കേസ് നമ്മൾ പറഞ്ഞു. PK ശ്യാമള ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ അളിയന്റെ പേരിൽ അല്ലെങ്കിൽ MP ഗോവിന്ദന്റെ ഭാര്യയുടെ പേരിലാണോ CPM ജില്ലാ കമ്മിറ്റിയിൽ എത്തിയത്? അതിന് മുന്നേ അവർ നേതാവല്ലേ? അല്ലാന്ന് പറയുന്നില്ലല്ലോ. അതൊക്കെ ഇവിടെ ഉണ്ട്. അത് നമ്മൾ തള്ളിക്കളയുന്നുമില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നടക്കുന്നുണ്ട്. എന്നിട്ടും ഈ 10 വർഷം ഇതിനെ പറഞ്ഞു. ഈ EP ജയരാജന്റെ സുദീപ് നമ്പ്യാരുടെ കാര്യം പറഞ്ഞു. അദീഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. KT ജലീലിന്റെ അദീഫിന്റെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ പറഞ്ഞു ഇവരൊക്കെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണം എന്ന് പറഞ്ഞ് രാജിവെപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിഷയങ്ങൾ കത്തിച്ചുകൊണ്ട് പോയ UDF-കാർ ഇങ്ങനൊരു വിഷയം വരുമ്പം ഇത് നമ്മൾ രാജിവെച്ച് കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ അയാൾക്ക് യോഗ്യതയില്ലേ? അയാൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? ബാങ്കിന് സെക്രട്ടറി ആയിരുന്നില്ലേ? DCC സെക്രട്ടറി അല്ലേ നിൽക്കുന്നത്? കണ്ണൂരിൽ ഒരു DCC സെക്രട്ടറി മാത്രമല്ല ഉള്ളത്. എത്ര ജില്ലകളിലുണ്ട്? ഇവരെല്ലാം വെച്ചിട്ടാണല്ലേ ഇത് കൊടുത്തത്. എന്നിട്ടും അവിടത്തേക്ക് പോകുന്നില്ലാണ് ഇതിന്റെ വേർതിരിവ് കാണുന്നത്. ഇതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ന്യായീകരണത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതായത് ഇവർ ന്യായീകരിക്കുന്നുണ്ട് ഇയാൾ മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെ പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. പക്ഷേ 5-10 പേരുണ്ട്, ഇവർക്കൊക്കെ ഓരോ ന്യായീകരണം ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ മേലുള്ള ഒരു അയാൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയുടെ അളവ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നിനിത കണിച്ചേരിക്കോ അതുപോലെ പ്രിയ വർഗീസിനോ ഒക്കെ കിട്ടിയിട്ടുള്ള പോലത്തെ പിന്തുണയൊന്നും സണ്ണി ജോസഫിന് കിട്ടുന്നില്ല. സണ്ണി ജോസഫിൻ്റെ ബന്ധുക്കൾക്കൊന്നും കിട്ടുന്നില്ല. ഈ നിനിത കണിച്ചേരിക്ക് പ്രിയ വർഗീസിന് വേണ്ടിയിട്ട് CPM-ൻ്റെ സൈബർ പോരാളികൾ ഇറക്കുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമ്മുടെ അക്കാദമിക മേഖലയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യക്തിപരമായ ആക്രമണമായിട്ടാണ് അതിന് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ജോസഫ് സ്കറിയ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, പ്രിയ വർഗീസിന് ആലോചിക്കാൻ പോലും പറ്റാത്ത വലിപ്പമുള്ള ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അയാൾ ഇടതുപക്ഷക്കാരൻ, കോമഡി അവിടെ ഇടതുപക്ഷക്കാരനായ അത്രയും വലിയൊരു പണ്ഡിതൻ, അയാളെ ഈ CPM ഗുണ്ടകൾ കയറിയാണ്ട് അറ്റാക്ക് ചെയ്യായിരുന്നു. അയാളുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരള ചരിത്രം എഴുതുന്ന ഒരാൾക്ക് ഇയാൾ എഴുതിയ പുസ്തകങ്ങളെ തൊടാതെ കടന്നു പോകാൻ പറ്റില്ല. കേരള ചരിത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇയാളെ തൊടാതെ കടന്നു പോകാൻ പറ്റില്ല. അത്രയും വലിയൊരു പണ്ഡിതൻ, ഭാഷാ പണ്ഡിതനാണ്. പറയുമ്പോൾ ഒരു ഹിസ്റ്റോറിയൻ പോലും അല്ല, ഒരു ഭാഷാ പണ്ഡിതനാണ്. അങ്ങേരുടെ വർക്കുകൾ അത്രയും വലിയ വർക്കുകളാണ്, പ്രധാനപ്പെട്ട വർക്കുകളാണ്. അപ്പോൾ അതിനെ കാണാൻ പോലും കൂട്ടാക്കാതെ, ഇടതുപക്ഷക്കാരനായിട്ട് പോലും അതിനെ കാണാൻ കൂട്ടാക്കാതെ പ്രിയ വർഗീസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണം അത് ഭയങ്കര എന്താ പറയുക, നമ്മുടെ അക്കാദമിക മേഖലയിൽ ഒരിക്കലും സംഭവിച്ചു കൂടാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. അതുപോലെ തന്നെ നിനിത കണിച്ചേരിയുടെ നിയമനം കാലി യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചത്, അതിന് ഉയർത്തിയിരുന്ന ന്യായീകരണങ്ങൾ, അത് അവർക്ക് നെറ്റ് കൂടാതെ PhD ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സില്ലി ആയിട്ടുള്ള ന്യായീകരണം. നെറ്റും PhD ഒക്കെ ഉള്ള ധാരാളം ആളുകളുണ്ട്. എല്ലാവരും വിളിച്ച് കയറ്റാൻ പറ്റിയ സ്ഥലമല്ല സർവകലാശാല. നിങ്ങൾക്ക് കോളേജിൽ കയറാം, സ്കൂൾ പഠിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. സർവകലാശാല ചെല്ലുമ്പോൾ നിങ്ങൾ അത്രയും എമിനൻ്റ് ആയ ഒരു സ്കോളറായിരിക്കണം, നിങ്ങളുടെ സ്കോളർഷിപ്പ് സ്ഥാപിക്കപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അത്രയും പ്രതിഭയായിരിക്കണം, സ്കോളർഷിപ്പ് അയാൾ സ്ഥാപിക്കുന്നുള്ള ഇതുണ്ടായിരിക്കണം. ഇതൊന്നുമില്ല. ഇവരുടെ കയ്യിലുള്ളത് ന്യായീകരണം പറഞ്ഞത് MP രാജേഷ് ഇതിൽ എഴുതിയിട്ടിരുന്നത് അവർ 2 കുട്ടികളെ നോക്കുന്നതിനിടയ്ക്ക് PhD എടുത്തുന്ന. അതൊരു യോഗ്യതയല്ല. PhD എടുക്കുന്ന സമയത്ത് 2 കുട്ടികളെ നോക്കാൻ പോയി എന്നാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലാവണ്ട, ശരിക്കും യോഗ്യത കുറവാണത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ന്യായീകരണങ്ങൾ ചമച്ചിട്ടും ഇങ്ങനത്തെ വിടുവാദങ്ങൾ പറഞ്ഞിട്ടും നിന്ന നിയമന വിവാദങ്ങൾ, ബന്ധു നിയമനങ്ങൾ, അത് വളരെ വാസ്റ്റായിട്ടുള്ള വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിവാദം. ഇതിപ്പോൾ നിങ്ങളൊരു ഒരു ചെറിയ കോളേജിലെ സെക്രട്ടറി സ്ഥാനം, അതല്ലെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിലെ ചെറിയ ജോലി, ഇതൊന്നും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ നടത്തിയിട്ടുള്ള നിയമനങ്ങളെല്ലാം തന്നെ
ബന്ധു നിയമനങ്ങളെല്ലാം തന്നെ ഇവർ നടത്തിയിട്ടുള്ള മന്ത്രി നിയമനങ്ങൾ, ബന്ധുക്കളെ പിടിച്ച് ഇതൊക്കെ കേരള സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അല്ലെ, ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത് ഒരാളെയും ബാധിക്കില്ല, ഒരു വിഷയത്തെയും ബാധിക്കില്ല, എവിടെയും തൊടില്ല എന്നിങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇപ്പോൾ പറഞ്ഞ മേഖല, ഓരോ മേഖല എടുക്കുമ്പോൾ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി തലത്തിൽ വരുമ്പോൾ ആ മേഖല ബാധിക്കും. ഈ ബാങ്കിൻ്റെ തലത്തിൽ ഇപ്പോൾ പറഞ്ഞ ഒരു കോളേജിൻ്റെ, ഇരിട്ടിയിലെ കോളേജിൻ്റെ ഇതായിരുന്നു, ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കണമെന്നില്ലേ? ഇത് അയാൾ എം വി ജയരാജൻ പറയുന്നത് SLC യോഗ്യതയിലെ ആളെങ്ങനെയാണ് ഈ കോളേജിൻ്റെ പിന്നെ ഉന്നത പദവിയിലെത്തുന്നതാണ്. SLC യോഗ്യതയിലെ ആളാണ് ഇവിടെ എത്തുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ബാങ്കിലായാലും എന്തായാലും സ്വജനപക്ഷപാതപരമായിട്ട് വെറുതെ ഒരാളെ നിയമിക്കാൻ വേണ്ടി പോകുന്നല്ലോ. ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ അത് ആരെയും ബാധിക്കില്ല, അത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ? ജനങ്ങളുടെ നികുതി പണത്തിനല്ല ഇവർക്കും പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കേണ്ടത്, പിന്നെ പെൻഷൻ കൊടുക്കേണ്ടത്. ഇത് ജനങ്ങളെ മൊത്തം ബാധിക്കില്ലേ? അവിടെ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വ്യൂ തന്നെയാണ് ഇതിൻ്റെ എല്ലാം കാതലായ പ്രശ്നം. നമ്മളിപ്പോഴും അവിടെ ഉണ്ടത്രേ, 5-10 വർഷം മുന്നിലുള്ള പോയിന്റിലുണ്ടത്രേ. ആ വിഷയം ഒരിക്കലും ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ വാദങ്ങളെ ഞാൻ തള്ളിക്കളയുന്നില്ല, അതൊക്കെ ശരിയായിരുന്നു. ആ വിഷയത്ത് പിന്നെ CPM സൈബർ പോരാളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ എന്താ പറയേണ്ടത് പോരാളി, മറ്റേ ഇവിടുത്തെ കോൺഗ്രസിന്റെ പോരാളികൾക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അവർ ആക്രമിക്കപ്പെടുക അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യണമെന്ന ഒരു ആക്രമണമെങ്കിൽ ഡിഫെൻഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോഴും നിങ്ങൾ ഈ വിഷയം വരുമ്പോഴും അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾ മറ്റേ നിതിനയുടെ പുറകെയും പ്രിയ വർഗീസിന്റെ പുറകെയാണ് പോകുന്നത്. അത് സണ്ണി ജോസഫിനെ തൊടുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വെറുതെ ഇറങ്ങിയിട്ട് ഈ വിഷയം വെറുതെ കത്തിക്കണോ, വെറുതെ പ്രതിരോധിക്കണോ? പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പ്രതിരോധിക്കാൻ അവർക്ക് ഇറങ്ങേണ്ടി വരുന്നില്ല. കാരണം ചോദിക്കുന്നില്ല. അതിന്റെ കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ കാരണം? ഈ പറഞ്ഞ പോലെ ഈ വിഷയമൊന്നും ഇല്ല ഇയാൾ പ്രൈവറ്റ് സെക്രട്ടറി. ഈ ഗ്രാവിറ്റി നമ്മൾ ഇതിലും വലുത് കണ്ടു വന്നിട്ട് ഇരിക്കുകയാണ് ഈ ഇടതുപക്ഷക്കാര്. അതാണ് പ്രശ്നം. അത് ഇതിലും വലുത്, ഇത് ഇതിലും ചെറുതാവുന്നതാണ് പ്രശ്നം. ഇതാണ് ധാർമ്മികത, ഇതാണ് നിങ്ങളുടെ ഒരു നീതിബോധം. ഞാനിതിനെ അനുകൂലിക്കുന്ന ആളായിട്ട് നിൽക്കുന്നതല്ല. അത് വ്യക്തമാണ്, അത് ഈ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്. സണ്ണി ജോസഫിന്റെ ബെന്നി തോമസ് രാജിവെച്ച് കഴിഞ്ഞ വിഷയത്തിൽ നിങ്ങൾ വന്ന് പറയുന്നത് 10 വർഷം മുമ്പിലെ കേസാണ് പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് ജലീലിനെയും ഇ പി ജയരാജനെയും പറയുന്നില്ല? അത്ഭുതം മാത്രമേ എനിക്കുള്ളൂ. ഒരു രാജിവെച്ചല്ലേ, ഇത് വിവാദം ഉണ്ടായിട്ട് രാജിവെച്ചില്ലേ നിങ്ങൾ ചോദിക്കും. നിങ്ങളെ കാണുന്ന ഈ കണ്ണ് തന്നെയാണ് ഈ കാണുന്നത് എല്ലാത്തിനും പ്രശ്നം. ഇങ്ങനെ വരുമ്പം, ഈ ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ അത് ആ വിഷയത്തിൽ MP രാജേഷിനെതിരെ ആക്രമണം വരുമ്പോൾ, നിങ്ങൾ അന്നത്തെ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ നടന്ന ആക്രമണങ്ങൾ വരുന്നത്, അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ, രാവിലെ മോർണിംഗ് ടോക്ക് തൊട്ട് രാത്രി വരുന്ന പ്രൈം ഡിബേറ്റ് വരെ ഇത് മാത്രമാണ് ചർച്ച. അത് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് മാത്രമാണ് ചർച്ച. അങ്ങനെ വരുമ്പോൾ CPM സൈബർ പോരാളികൾ ഇറങ്ങിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി അതിൽ പല വിടുവായത്തങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഒരു കാര്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഒരു വിഷയമില്ലെന്ന്. ആദ്യത്തെ ദിവസം വന്നിട്ട് ഒരു ഇയാളെ പ്രൈവറ്റ് സെക്രട്ടറി ഇറങ്ങിയപ്പോൾ എല്ലാ വാദികളും വാർത്തയാക്കി. രണ്ടാമത് സണ്ണി ജോസഫ് വന്ന് ന്യായീകരിച്ചു, സണ്ണി ജോസഫ് വന്ന് വീണ്ടും ന്യായീകരിച്ചു. ഏതെങ്കിലും ചാനലിൽ ഒരു പ്രൈം ഡിബേറ്റ് വരുന്നുണ്ടോ ഈ വിഷയം? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളെന്തിനാ വെറുതെ പോയിട്ട് ഇയാൾ ഒളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് എഴുതിയിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇപ്പോഴും പറഞ്ഞത് രണ്ട് കണ്ണിലാണ് നിങ്ങൾ കാണുന്നത്. CPM ചെയ്യുന്ന എല്ലാം മഹാഭാവം അപരാധവും, UDF ചെയ്താൽ അത് ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അത്രയേ ഉള്ളൂ. ഞാൻ ആ തരത്തിൽ ഇതിനെ അടച്ചാക്ഷേപിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ന്യായാന്യായങ്ങൾ തൂക്കി നോക്കുന്നത് ജനങ്ങൾക്ക് കഴിയും. അതൊരു വലിയ പ്രശ്നം. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ തൂക്കി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോസഫ് സ്കറിയെ പോലെ ഒരാൾ യോഗ്യതയില്ല, അയാൾ മണ്ടനാണ്, അയാൾക്ക് ഡിഗ്രിക്ക് 2nd ക്ലാസ്സേ ഉള്ളൂ എന്നൊക്കെയുള്ള വിടുവാദങ്ങൾ വെച്ചിട്ട് നടത്തിയ ഈ ഒരു ആക്രമണത്തിന്റെ ഒരു തോതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ആക്രമണത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആക്രമണം എന്ന് പറയുമ്പോൾ അവിടെ അത്രയും ചർച്ചയായ ഒരു വിഷയത്തിലാണ് ഈ പറഞ്ഞ പല വിടുവായത്തങ്ങളും വന്നത്. അത് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പല സാധനങ്ങൾ വരുമ്പോൾ വിടുവായത്തങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ വിടുവായത്തം വരേണ്ട ആവശ്യത്തിന് ഒന്നും കാര്യമില്ല. ഇപ്പം വിടുവായത്തങ്ങൾ വന്നില്ല പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നടക്കുന്നില്ലേ? മന്ത്രിയുടെ നിയമനം, മന്ത്രിയുടെ സ്വാതന്ത്ര്യമാണ്, മന്ത്രിക്ക് ഇഷ്ടമുള്ള നിയമിക്കാന്ന് പറയുന്നില്ലേ? അത് നിബന്ധനകളൊന്നുമില്ല, ശരിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് തോന്നുന്നതെല്ലാം നിയമിക്കാൻ വേണ്ടി പറ്റുമോ? സണ്ണി ജോസഫിന് ഒരു ധാർമ്മിക ബോധം ഉണ്ടെങ്കിൽ ഇയാളെ വകുപ്പ് തന്നെ വേണമെന്നില്ലല്ലോ, വേറെ വകുപ്പിലൊക്കെ. അപ്പോൾ ഇയാളിപ്പോൾ ഇന്ന് വന്നിട്ട് ഇയാളെന്ന് പറഞ്ഞാൽ ഈ രാജിവെച്ച ശേഷികളെ പറഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ ഒരു വിശ്വസ്തനായ ഒരാളെ വേണമെന്ന്. ഇയാൾക്ക് പാർട്ടിയിൽ ആരും വിശ്വാസമില്ല. കണ്ണൂർ പാർട്ടിയിൽ ഇയാളെ കുടുംബത്തിൽ ഈ അളിയനെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പൊ അതിൽ ഒരു ഇത് വരുന്നില്ല. അതിൽ നിങ്ങൾക്ക് ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് യാതൊരു ഇതും തോന്നുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞ അവിടത്തേക്കാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. LDFന്റെ ഇതിലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നേനെ. അപ്പൊ KT ജലീൽ രാജിവെച്ചത് അദീപിന് ലോകായുക്തെടുത്ത് കൊളാക്കി. അല്ല, അവർ രാജിവെച്ചത് ധാർമ്മികത ഉയർത്തി പിടിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ വിവാദം ഉണ്ടായപ്പോഴാണ് അതുപോലെ തന്നെയാണ് വന്നത്. പക്ഷെ അത് അത്രയും ചർച്ച ആവുന്നില്ല. അതിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇതില് ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികതയുടെ അളവ് കുറയുന്നത് CPM ഗൗരവമായിട്ട് കാണുന്നുള്ള. ഇത് ഈ നേതാക്കളിൽ തന്നെ MP ജയരാജൻ ഒഴികെ ബാക്കി എത്ര പേർക്ക് ഇതിൽ മുമ്പോട്ട് വരാൻ കഴിയുന്നുള്ള പ്രശ്നം കിടക്കുന്നുണ്ട്. MP രാജേഷിന് വരാൻ കഴിയില്ല, രാകേഷിന് വരാൻ കഴിയില്ല.
ഇ പി ജയരാജന് വരാൻ കഴിയില്ല, മറ്റേ ഇയാൾക്ക് വരാൻ കഴിയില്ല, ആർക്കും മിണ്ടാൻ കഴിയില്ല, ഈ എം വി ജയരാജൻ മാത്രം മിണ്ടണം. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിനകത്ത് വരുന്ന ധാർമ്മികമായ മൂല്യച്ഛേദ ഒരു പ്രശ്നമാണ് കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പം കോൺഗ്രസ്സുകാർ ഇതുപോലെ ആരെങ്കിലും നിയമിച്ചാൽ ഇവർ ആരും മിണ്ടാൻ വഴി പാടില്ല, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള അവിടെ മിണ്ടാതിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാധ്യമങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ, ഈ പറഞ്ഞ പോലെ ജനങ്ങൾ കാണട്ടെ. ഈ ജനങ്ങൾ തൂക്കി നോക്കുന്ന അവസ്ഥയാണല്ലോ പറഞ്ഞത്. ഒരു സൈഡ് മാത്രം തൂക്കുന്നതും ഒരു സൈഡ് തൂക്കാതിരിക്കുന്നതിലും കാര്യമില്ല. ഈ പറഞ്ഞ പോലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ടാണ് നിയമിച്ചത്. അത് നല്ല ശമ്പളവും പെൻഷനും കിട്ടുന്നൊരു ഇതായിരുന്നു. ഈ വിരോധമായി പിടിക്കപ്പെട്ടപ്പോൾ രാജിവെച്ചു. ഇ പി ജയരാജന്റെയും ജലീലിന്റെയും രാജി പോലെ തന്നെയാണ് വന്നത്, രാജിവെക്കേണ്ടി വന്നു. മറ്റേതിൽ അങ്ങനെ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഓരോ വിഷയത്തിനും ആ വിഭാഗത്തെ ബാധിക്കുന്ന വിഷയമാണ്, മെറിറ്റിൽ വരുന്ന വിഷയമാണ്, എല്ലാം ശരിയാണ്. ഈ പറഞ്ഞ പോലെ 10ഓളം, ഇപ്പോഴും നമ്മൾ പറഞ്ഞു 10ഓളം കുടുംബക്കാർ, 2 ഭാര്യമാരെ നിയമനം പറഞ്ഞു. അവർ അയോഗ്യതയൊന്നും ഞാൻ പറയുന്നില്ല. ഈ കുടുംബത്തിൽ തന്നെ 10ഓളം പേര് മകളുടെ MBBS പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സീരിയസ് ആയ വിഷയങ്ങളുണ്ട്. ആ MBBS പ്രവേശനം വരുമ്പം പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ എത്ര വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും അവരെ 10 വർഷം മുന്നിലാണ് പറയുന്നത്, അവിടെ തന്നെ നിൽക്കുവാണ്. ഈ പറഞ്ഞ പോലെ തൂക്കി നോക്കേണ്ട. ഇനിയിപ്പം CPM-കാരൊന്നും മിണ്ടാൻ പാടില്ല, എം വി ജയരാജൻ മാത്രം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതും കളവ് ചെയ്തപ്പോൾ പിടിക്കപ്പെട്ടാൽ രാജിവെക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ.